Hello everyone, welcome to Free Period. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ബ്ലോക്ക് 2 റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഭാഗത്തിൽ യൂണിറ്റ് 1 ആണ്. ന്യൂസ് വാല്യൂസ് ആൻഡ് ടൈപ്സ് ഓഫ് ന്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വാട്ട് ഈസ് ന്യൂസ് എന്നുള്ളതാണ്. ന്യൂസ് എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കറൻറ്റ് ഇവൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെയാണ്, റിപ്പോർട്ടിനെയാണ് ന്യൂസുകൾ എന്ന് വിളിക്കാറുള്ളത്. ഇറ്റ് ഈസ് ബേസിക്കലി ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഇവൻറ്റ് ദാറ്റ് ഹാപ്പൻഡ് ഓർ വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. അതായത് ഭാവിയിൽ നടക്കാനുള്ളതോ അതുപോലെ തന്നെ നടന്നിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ന്യൂസുകൾ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ന്യൂസ്, ഈ റിപ്പോർട്ടുകൾ നമുക്ക് ഏതിലൊക്കെ കാണാൻ കഴിയുന്നത്, ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, റേഡിയോ, ഇൻ്റർനെറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിനെക്കുറിച്ച് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ന്യൂസുകൾ എന്ന് പറയുന്നത്. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ, ഇവൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിലുകളാണ് എന്തെന്ന് പറയുന്നത്, ന്യൂസുകൾ എന്ന് പറയുന്നത്. ന്യൂസിന് നമുക്ക് നോർത്ത് ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നിങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ സാം സൽമാൻ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ഒരു ഡെഫിനിഷൻ ഉണ്ട്. ന്യൂസ് ഈസ് വാട്ട് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി. ഇറ്റ് ഈസ് വാട്ട് പീപ്പിൾ നീഡ് ടു നോ ആൻഡ് വാട്ട് ദേ വാണ്ട് ടു നോ എന്നുള്ളതാണ്. അതായത് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നാണ്. മാത്രമല്ല ജനങ്ങൾക്ക് അറിയാവുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളതും അതുപോലെ തന്നെ താല്പര്യം പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ന്യൂസുകൾ എന്ന് വിളിക്കുന്നതെന്നാണ് സാം സൽമാൻ എന്ന് പറയുന്ന വ്യക്തി ഡെഫിനിഷനായിട്ട് നൽകുന്നത്. ഇനി വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ന്യൂസ് എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഷേപ്പ് എന്ന് പറയുന്ന ഒരു ന്യൂസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 6 ക്വസ്റ്റ്യൻസിന്, അതായത് 6 ചോദ്യങ്ങളെ ആൻസർ ചെയ്തുകൊണ്ടാണ് ഒരു ന്യൂസ് തയ്യാറാക്കാറുള്ളത്. 5W1H എന്നുള്ളതാണ് അതിന് വിളിക്കാറുള്ളത്. 5W എന്നതിൽ വാട്ട്, വൈ, വെൻ, വെർ, ഹൂ ആൻഡ് ഹൗ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. 1Hൽ ഹൗ എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇങ്ങനെ 6 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ന്യൂസ് തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് എന്നുള്ളതാണ്, വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ എന്നുള്ളതാണ്, വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വെച്ച്, വൈ എന്തുകൊണ്ട്, വാട്ട് എന്ത് സംഭവിച്ചു, ഹൗ എങ്ങനെ സംഭവിച്ചു, ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് 5W1H എന്ന് പറയുന്ന ഒരു ന്യൂസിൻ്റെ രീതിയിൽ എഴുതുന്നത്. ഈ ഒരു 5W1H എന്ന് പറയുന്ന രീതിയിൽ മാത്രമേ ഒരു ന്യൂസ് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഈ 5W1H എന്ന് പറയുന്ന ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് നൽകുന്നതിലൂടെ ഒരു ന്യൂസ് കംപ്ലീറ്റ് ആയിരിക്കും. ഇനി ഒരു ന്യൂസ് എഴുതുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിലായിരിക്കും കൂടുതൽ ന്യൂസുകളും എഴുതുന്നത്. കൂടുതൽ ആളുകളും ഫോളോ ചെയ്യുന്ന രീതിയും ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിലാണ്. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്, താഴെ നിങ്ങൾക്കൊരു ഡയഗ്രാം, ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 3 രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് മോസ്റ്റ് ന്യൂസ് വർത്തി ഇൻഫോ, അതായത് 5W1H എന്ന് പറയുന്നത് അവിടെ ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്. മൂന്നാമത്തത് ഒതർ ജനറൽ ഇൻഫോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് എന്നുള്ള കാര്യങ്ങളാണ് ഏതിൽ പെടുന്നത്, ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ പെടുന്നത്. നമുക്ക് മറ്റൊരു രീതിയിൽ ഇത് പറയാൻ പറ്റും. ഫസ്റ്റത്തെ പാരഗ്രാഫിനെ ലീഡ് എന്ന് വിളിക്കാം, സെക്കൻഡ് പാരഗ്രാഫിനെ ബോഡി എന്ന് വിളിക്കാം, മൂന്നാമത്തേന് കൺക്ലൂഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ 5W1H എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സെക്കൻഡ് പാരഗ്രാഫ് അതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിലുകളായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. തേർഡ് പാരഗ്രാഫിൽ അത് കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിക്കും. ഇങ്ങനെയാണ് ഒരു ന്യൂസ് എഴുതുന്ന രീതികൾ എന്ന് പറയുന്നത്. ഇനി ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ ആർ ഡിഫറെൻറ്റ്. ന്യൂസും ഇൻഫർമേഷൻസും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ന്യൂസ് എന്ന് പറയുന്നത് കറൻറ്റ് ഇവൻ്റ് ആയിരിക്കും, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും ന്യൂസുകൾ, വാർത്തകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പ്രൊവൈഡ് നോളേജ് അബൌട്ട് എ ടോപ്പിക്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനെയാണ് ഇൻഫർമേഷൻസ് എന്ന് പറയുക. അതുകൊണ്ട് ന്യൂസ് എന്ന് പറയുന്നത് ടൈംലി അല്ലെങ്കിൽ ഇവൻറ്റ് ബേസ്ഡ് ആയിരിക്കും. പക്ഷേ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് മോർ ജനറൽ ആയിരിക്കും, അതായത് എല്ലാ സമയത്തും സമയം കൺസ്യൂം ചെയ്തിട്ടായിരിക്കില്ല, സമയത്തിന് ബേസ് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ ഒരു ഇൻഫർമേഷൻസ് വരിക. പക്ഷേ ന്യൂസിന് എപ്പോഴും സമയം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ നടക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ സമയം നിർബന്ധമല്ല, എല്ലാ സമയത്തും ഷെയർ ചെയ്യപ്പെടുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ന്യൂസ് വാല്യൂസ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ന്യൂസ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ന്യൂസിൽ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഇമ്പാക്റ്റ് എന്നുള്ളതാണ്. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
ആളുകൾക്ക് എത്രത്തോളമാണ് ഒരു ന്യൂസ് കൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, അതായത് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ്. അതായത് ഒരു വാർത്ത ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് എന്നുണ്ടെങ്കിൽ ആ വാർത്തയ്ക്ക് ന്യൂസ് വർത്തി ഉണ്ടായിരിക്കും, അതായത് വാർത്താ പ്രാധാന്യം ഉണ്ടായിരിക്കും. അത്തരത്തിൽ ജനങ്ങളെ സ്വാധീനം ചെലുത്തുന്ന ന്യൂസുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, അതുപോലെ തന്നെ യുദ്ധങ്ങൾ, ഈ തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ അറിയുന്നതിന് ജനങ്ങൾക്ക് താല്പര്യങ്ങൾ കൂടുതലായിരിക്കും. അത്തരത്തിൽ കാര്യങ്ങൾ ന്യൂസ് വാല്യൂസ് ഉള്ളതാണ്. അതിനെയാണ് കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കാറുള്ളത്. മൂന്നാമത്തത് ഡിസാസ്റ്റർ ആൻഡ് ട്രാജഡി എന്നുള്ളതാണ്. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വയനാട്ടിൽ എന്ത് നടന്നിട്ടുണ്ടായിരുന്നു, ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ആളുകളും ആ ദുരന്തത്തിൽ ആ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഡിസാസ്റ്റർ, ട്രാജഡി എന്നൊക്കെ പറയുന്നത് ഒരു ന്യൂസ് വാല്യൂസ് ഉള്ള ഒന്നാണ്. അടുത്തത് പ്രോക്സിമിറ്റി എന്നുള്ളതാണ്. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർനെസ് എന്നുള്ളതാണ്, തൊട്ടടുത്തുള്ളത്. അതായത് നമുക്ക് ഇപ്പോൾ കാശ്മീരിൽ ഒരു ദുരന്തം ഉണ്ടാകുന്നു അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതും വയനാട്ടിലൊരു മണ്ണിടിച്ചിൽ എന്ന് പറയുന്ന വാർത്തകൾ കേൾക്കുന്നതും തമ്മിൽ നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള മാറ്റം ഉണ്ടായിരിക്കും. കാരണം വയനാട് എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തിലുള്ളതാണ്. നമുക്ക് ഒന്നുകൂടി അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള, ആ വാർത്തകൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യങ്ങൾ കൂടും. കാശ്മീർ എന്ന് പറയുന്നത് നമ്മളുടെ തൊട്ടടുത്തുള്ളതല്ല. അപ്പോൾ അത്തരത്തിൽ ഒരിക്കലും നമുക്കൊരു ഇമ്പോർട്ടൻസ് തോന്നുകയില്ല. അപ്പോൾ പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്, നിയർ ബൈ എന്ന് പറയുന്നത് കൂടുതൽ ന്യൂസ് വർത്തിയുള്ള ഒന്നാണ്. അടുത്തത് ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻസിൻ്റെ ഇമോഷൻസ്, ഫീലിങ്സ്, അതിനൊക്കെ സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളാണ് ഹ്യൂമൻ ഇൻട്രസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത്, ഒരു ബിസിനസ് മില്യനിയർ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹം കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്നു, അതുപോലെയുള്ള അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റാഗിങ് ഇൻസിഡൻറ്റിൽ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്യുന്നു, ഈ തുടങ്ങിയിട്ടുള്ള വാർത്തകൾ എന്നൊക്കെ പറയുന്നത് ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറീസാണ്. നമ്മളുടെ ഇമോഷൻസിനെ സ്വാധീനം ചെലുത്തുന്ന ന്യൂസുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് നോവലിറ്റി എന്നുള്ളതാണ്. നോവലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ഇവൻറ്റുകളാണ്. അൺയൂഷ്വൽ ആയിട്ടുള്ള ഇവൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടർ ചെയ്ത് പോകുന്നത്, നമുക്കൊരിക്കലും നടക്കാൻ സാധ്യതകളില്ല എന്ന് പറയുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, നോവലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ന്യൂസ് എന്ന് പറയുന്ന ഒരു ആ ക്യാറ്റ് ഒരു 20 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചുകൊണ്ട് തൻ്റെ ഓണറെ കണ്ടെത്തുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മദർ ഒരു 5 കുട്ടികൾക്ക് ജന്മം നൽകുന്നു. ഈ തുടങ്ങിയിട്ടുള്ള വാർത്തകൾ എന്നൊക്കെ പറയുന്നത് അൺയൂഷ്വലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അൺയൂഷ്വലായിട്ട് നടക്കുന്ന കാര്യങ്ങളെയാണ് നോവലിറ്റി എന്ന് പറയുന്നത്. അടുത്ത സെക്സ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആളുകൾക്ക് വായിക്കാൻ ക്യൂരിയോസിറ്റി ഉള്ള ഒന്നുകൂടിയാണ് ഈ സെക്സ് സംബന്ധമായിട്ടുള്ള സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സരിത എസ് നായരുടെ പരമായിട്ടുള്ള കേസുകൾ കാര്യങ്ങളൊക്കെ കേരളത്തിൽ അത്രയധികം കൂടുതലായിട്ട് ന്യൂസുകൾ നടന്നിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഓക്കെ, അടുത്ത ഒന്നാണ് മണി എന്ന് പറയുന്നത്, പണം. അതായത് ബജറ്റുകൾ, അതുപോലെ തന്നെയുള്ള സാലറി ഹൈക്കുകൾ നടക്കുന്നു, എക്കണോമിക് ക്രൈസിസുകൾ നടക്കുന്നു. ഈ കാര്യങ്ങളുടെ ന്യൂസുകളൊക്കെ കുറച്ചും കൂടി ന്യൂസ് വാല്യൂസ് ഉള്ളതാണ്. അടുത്തത് സെലിബ്രിറ്റി വാല്യൂസ് എന്നുള്ളതാണ്. സെലിബ്രിറ്റി വാല്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം സ്റ്റാർസുകൾ, സ്പോർട്സ് പേഴ്സൺസ് തുടങ്ങിയുള്ള ആളുകളെ കുറിച്ചുള്ള ന്യൂസുകളൊക്കെ വളരെ വാല്യൂസ് ഉള്ളതാണ്. കാരണം നമുക്ക് ഉദാഹരണത്തിന് സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കുന്നു, രോഹിത് ശർമ്മ വീണ്ടും ഇന്ത്യൻ ക്യാപ്റ്റൻ ആവുന്നു, അല്ലെങ്കിൽ രോഹിത് ശർമ്മ വേൾഡ് കപ്പ് ജയിക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെ മാരേജുകൾ, തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വളരെ വാല്യൂ ഉള്ള അല്ലെങ്കിൽ ആളുകൾക്ക് വായിക്കാൻ താല്പര്യമുള്ള വാർത്തകളായിരിക്കും. അതിനെയാണ് സെലിബ്രിറ്റി വാല്യൂസ് എന്ന് പറയുന്നത്. അടുത്തത് മിസ്ലീനിയസ് വാല്യൂസ് ആണ്. ഉദാഹരണത്തിന് ക്രൈം, റിലീജിയൻ, ഹ്യൂമർ, വെതർ, ഫുഡ്, പുതിയ ഇൻവെൻഷൻസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ന്യൂസുകൾ തന്നെയാണ്. അതിനെയാണ് മിസ്ലീനിയസ് വാല്യൂസ് എന്ന് പറയാറുള്ളത്. ഇനി അടുത്തതായിട്ട് ടൈപ്സ് ഓഫ് ന്യൂസ് എന്ന് പറയുന്ന ഭാഗമാണ്. ടൈപ്സ് ഓഫ് ന്യൂസിനെ പ്രധാനമായിട്ടും 2 രീതിയിലാണ് ഡിവൈഡ് ചെയ്ത് വയ്ക്കുന്നത്. ഒന്ന് സ്ട്രൈറ്റ് ന്യൂസ് ആൻഡ് രണ്ടാമത്തെ ഇൻ്റർപ്രറ്റീവ് റൈറ്റിംഗ് എന്നുള്ളതാണ്. സ്ട്രൈറ്റ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നടന്നിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഡയറക്റ്റായിട്ട്, അക്യുറേറ്റ് ആയിട്ട്, കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ക്ലിയർ ആയിട്ട് ആളുകളോട്, ഓഡിയൻസിനോട് പറയുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്ട്രൈറ്റ് ന്യൂസുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇൻ്റർപ്രറ്റീവ് ന്യൂസുകൾ എന്ന് പറയുന്നത് ഒരു ഇവൻറ്റിനെ കുറിച്ചുള്ള ഡെപ്ത് ആയിട്ടുള്ള, ആഴത്തിലുള്ള ആ സ്റ്റോറിയുടെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണകൾ തരുന്ന ബാക്ക്ഗ്രൗണ്ടുകൾ, അതായത് എന്തുകൊണ്ടാണ് ഈ വാർത്തകൾ നടക്കാനുള്ള സാഹചര്യങ്ങൾ എന്നുള്ള പ്രൊവൈഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് നൽകുന്ന
കാര്യങ്ങളായിരിക്കും ഇൻ്റർപ്രറ്റേറ്റീവ് ന്യൂസുകൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി വിശദീകരിച്ചുള്ള ന്യൂസുകളായിരിക്കും ഇതിലുണ്ടായിരിക്കുക. എന്നാൽ ചില സമയങ്ങളിൽ ന്യൂസിനെ ഹാർഡ് ന്യൂസുകളായിട്ടും സോഫ്റ്റ് ന്യൂസുകളായിട്ടും എന്ത് ചെയ്യാറുണ്ട്, തരംതിരിക്കാറുണ്ട്. ഹാർഡ് ന്യൂസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. പൊളിറ്റിക്സ്, ക്രൈം, ഡിസാസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ അതെന്താണെന്നുള്ളത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഹാർഡ് ന്യൂസുകൾ എന്ന് പറയുന്നത്. സോഫ്റ്റ് ന്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ലൈറ്റർ ആയിരിക്കും. ഹാർഡ് ന്യൂസിനെ പോലെ തന്നെയുള്ള ന്യൂസുകളായിരിക്കില്ല സോഫ്റ്റ് ന്യൂസുകൾ എന്ന് പറയുന്നത്. കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും, ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ് ആയിരിക്കും. അതുപോലെ തന്നെ അർജൻസികളില്ലാത്ത, അതായത് വളരെ പെട്ടെന്ന് പാസ് ചെയ്യേണ്ട ന്യൂസുകളായിരിക്കുകയില്ല ഒരിക്കലും സോഫ്റ്റ് ന്യൂസുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹാർഡ് ന്യൂസിന് ഒരു ഉദാഹരണമായിട്ട് ഗവൺമെൻറ് അനൗൺസേഴ്സ് ന്യൂ എക്കണോമിക് പോളിസി, അല്ലെങ്കിൽ ഗവൺമെൻറ് പുതിയൊരു എക്കണോമിക് പോളിസി അനൗൺസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എർത്ത് ഹിറ്റ് ദ സിറ്റി, അതായത് നഗരത്തിലെ എർത്ത് ഉണ്ടാകുന്നു തുടങ്ങിയുള്ള വാർത്തകളൊക്കെ ഹാർഡ് ന്യൂസിൽ വരുമ്പോൾ നമുക്ക് സോഫ്റ്റ് ന്യൂസ് ആയിട്ട് ടോപ്പ് 10 ട്രാവൽ ഡെസ്റ്റിനേഷൻ ഫോർ 2024 2024 ഏറ്റവും പ്രധാനപ്പെട്ട 10 ട്രാവൽ ഡെസ്റ്റിനേഷൻ ഇവയെല്ലാമാണ് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എ ഡോഗ് സേവ്സ് എ ഫാമിലി ഫ്രം എ ഫയർ, അല്ലെങ്കിൽ തീയിൽ നിന്നും ഒരു ഫാമിലിയെ ഒരു നായ രക്ഷിക്കുന്നു എന്ന് പറയുന്ന വാർത്തകളൊക്കെയാണ് സോഫ്റ്റ് ന്യൂസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, താങ്ക് യു.